അസ്സലാമലൈക്കും ഹായ് ഓൾ എല്ലാവർക്കും മൈമൂൺസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സോഫി. ഇന്ന് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് സാൻഡ്വിച്ചാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒന്ന് രണ്ട് റെസിപ്പീസ് ഇതേപോലെ ബ്രെഡ് സാൻഡ്വിച്ചിൻ്റെത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതും ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാം, നല്ല അടിപൊളി ടേസ്റ്റിയാണ്. ബ്രെഡിൽ ചിക്കനും കുറച്ച് വെജിറ്റബിൾസും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ ഞാനിപ്പം പാറ്റി ആയിട്ട് ഒരു കട്ട്ലറ്റ് ഷേപ്പിലുള്ള ഒരു പാറ്റി ആക്കി ഉണ്ടാക്കിയിട്ട് അതാണ് ഇതിലേക്ക് സ്റ്റഫ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ചിക്കന് പകരം നമുക്ക് ബീഫ് വെച്ചിട്ട് ഒരു പാറ്റി ഉണ്ടാക്കാം, അടിപൊളിയാണ്. അപ്പം ഞാനിപ്പം കുറച്ച് ചിക്കൻ പീസസ് എല്ലാം കൊട്ടൊന്നും ഇല്ലാണ്ട് ബ്രസ്റ്റ് പീസ് എടുത്തിട്ട് ഉപ്പും മുളകും മഞ്ഞളും കുറച്ച് വെള്ളം ഇട്ട് വേവിച്ചിട്ട് ഇതേപോലെ കൈകൊണ്ട് ചെറുതായിട്ടൊന്നങ്ങ് ഷ്രെഡ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. മിൻസ് ചെയ്യണ്ട, ഇങ്ങനെ കൈകൊണ്ട് തന്നെ എടുത്തൊന്ന് പിച്ചി വെച്ചാൽ മതി. പിന്നെ ബ്രെഡ് സാൻഡ്വിച്ചിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ക്യാബേജ് കുറച്ച് വലിയ സൈസായിട്ട് തന്നെ ഒരു ലീഫിനെ ഒരു 2-3 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഒരു ക്യാരറ്റ് നീളത്തിൽ സ്ലൈസ് ചെയ്തെടുക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഗ്രേറ്റർ വെച്ചിട്ട് നീളത്തിൽ അങ്ങ് സ്ലൈസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടിക്കോളൂ. പിന്നെ ഒരു ചിക്കൻ പാറ്റി ഉണ്ടാക്കാനായിട്ട് 1-2 മുട്ട എടുക്കാം. അതേപോലെ തന്നെ കുറച്ച് പച്ചമുളകും സവാളയും അരിഞ്ഞിട്ടെടുക്കാം. പിന്നെ വേണ്ടത് ബ്രെഡ്. അപ്പം നമുക്കിനി ഉണ്ടാക്കി തുടങ്ങാം. ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കുക. അപ്പോൾ സവാളയും പച്ചമുളകും ഒന്നും കുറേ വേണമെന്നില്ല. ഒരു വലിയ സവാളൻ്റെ പകുതി അരിഞ്ഞെടുത്താൽ മതി. അതേപോലെ തന്നെ 1-2 പച്ചമുളക് എരിവിന് വേണ്ടിയിട്ട് എടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസും അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. നമുക്കിപ്പോൾ എത്ര സാൻഡ്വിച്ച് ആണോ വേണ്ടത് അതിന് കണക്കായിട്ടാണ് പാറ്റീസ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ പാറ്റീസിന് കണക്കായിട്ടുള്ള അളവിൽ വേണം ചിക്കനും മുട്ടയും പിന്നെ ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു 3 സാൻഡ്വിച്ചിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഏതായാലും കുഴപ്പമില്ല, വെളിച്ചെണ്ണ ഒഴിക്കണ്ടെന്നേ ഉള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു മിക്സിൽ നമുക്ക് മുട്ട ആവശ്യമാണെങ്കിൽ ഒന്നുകൂടെ അങ്ങ് ചേർത്ത് കൊടുക്കണം. അതായത് ഈ ചിക്കൻ നമ്മൾ പാറ്റിയാക്കി എടുക്കുന്ന സമയത്ത് വിട്ടു പോവാത്ത രീതിയിൽ ആ ഒരു കോട്ടിങ് കിട്ടണം. അപ്പോൾ എത്രയാണോ മുട്ട വേണ്ടത് അതിന് കണക്കായിട്ട് എടുക്കാം. ഇനിയിപ്പം നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഒന്ന് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം ഈ ഒരു പാനിൽ തന്നെ പാറ്റീസും ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഒരു അയൺ പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂണോളം ബട്ടറോ അല്ലെങ്കിൽ RKGയോ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഓയിലായാലും മതി. എന്നിട്ട് ഇതിലേക്ക് ബ്രെഡ് ഇട്ടിട്ട് നന്നായിട്ട് 2 സൈഡും ടോസ്റ്റ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. ബ്രെഡ് ഇപ്പം ഇങ്ങനെ ഒന്ന് കരിച്ചെടുത്താൽ മതി. പിന്നെ സാൻഡ്വിച്ച് ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ചൂടാക്കി എടുക്കുന്നൊന്നുമില്ല. ഇതേപോലെ 2 ഭാഗവും അപ്പുറം ഇപ്പുറം ഇട്ട് നന്നായിട്ടൊന്നങ്ങ് കളർ ചെറുതായിട്ട് മാറി വന്ന് ഒന്ന് ക്രിസ്പി ആകുന്നത് വരെ ഇങ്ങനെ ഒന്ന് തവയിൽ വെച്ചാൽ മതി. അങ്ങനെ ഇപ്പോൾ ഒരു സെറ്റ് ബ്രെഡ് ഞാനിപ്പം ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതും ഇതേപോലെ തന്നെ കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ RKGയോ ഇട്ട് കൊടുത്തിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി അതൊന്നും ഇല്ലാണ്ടും ഡ്രൈ ആയിട്ടും അങ്ങനെ അങ്ങ് ടോസ്റ്റ് ചെയ്തെടുത്താലും മതി. അങ്ങനെ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതേ പാനിൽ തന്നെ ഞാനിപ്പം പാറ്റീസ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഫ്ലെയിം ഞാനിപ്പം ലോ ആക്കി വെച്ചിട്ടുണ്ട്. പാനിലേക്ക് കുറച്ച് RKG അങ്ങ് ഇട്ട് കൊടുക്കുക. ഈ ഒരു ചിക്കൻ മിക്സിലേക്ക് ഞാനിപ്പോൾ ഒരു മുട്ട കൂടുതലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ആ ഒരു കോട്ടിങ് ശരിക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു മുട്ട കൂടുതലിട്ടത്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഇലാസ്റ്റിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചീസ് ഇട്ട് കൊടുത്തതാണ്. വേണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം ചിക്കൻ മിക്സ് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് അങ്ങ് ഇട്ട് കൊടുത്തത്. ഇനി ഇതൊരു ഭാഗം ഒന്ന് ആറി വന്നു കഴിഞ്ഞാൽ അടുത്ത ഭാഗം കൂടെ തിരിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മുരിച്ചിട്ടെടുക്കണം. അപ്പം നമ്മൾ സാധാരണ ഒരു ഓംലെറ്റൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സമയം മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. കാരണം ഓൾറെഡി കുക്ക്ഡ് ആയിട്ടുള്ള ചിക്കൻ ആണല്ലോ ഇതിലുള്ളത്. നമ്മുടെ ഈ ഒരു പാറ്റീൻ്റെ അടിഭാഗം ഒന്ന് ആറി വന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അടുത്ത ഭാഗം കൂടെ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് 2 ഭാഗവും നന്നായിട്ട് മുരിച്ചിട്ടങ്ങ് പൊരിച്ചെടുക്കണം. സാധാരണ നമ്മൾ ഉണ്ടാക്കുമ്പം ഞാൻ ഇതിന് മുമ്പ് ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ചുകൂടെ ടൈറ്റായിട്ട് നമ്മുടെ ആ ഒരു കട്ട്ലറ്റിൻ്റെ കൂട്ട് പോലെയൊക്കെ ഉള്ളൊരു കൂട്ടാക്കിയിട്ടാണ് പാറ്റി ഉണ്ടാക്കിയെടുത്തത്. അപ്പം ഇത് ഞാൻ പിന്നെ ഒന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. അപ്പോൾ 2 ഭാഗവും നന്നായി മൊരിഞ്ഞു വന്നപ്പം ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള പാറ്റീസും ഇതേപോലെ തന്നെ ഉണ്ടാക്കാം. അപ്പം ഞാനിപ്പം 3 സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. അതിന് കണക്കായിട്ട് 3 പാറ്റീസാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ എടുക്കുന്ന ബ്രെഡിൻ്റെ അളവിന് കണക്കായിട്ടുള്ള അത്രയും വലിപ്പത്തിലുള്ള പാറ്റീസ് ഉണ്ടാക്കിയാൽ മതി. പിന്നെ എനിക്കിപ്പം കിട്ടിയത് ചെറിയ സൈസിലുള്ള ബ്രെഡാണ്. അതുകൊണ്ട് ഞാൻ ആ സൈഡൊന്നും അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടില്ല. നമുക്കൊരു സാൻഡ്വിച്ചിൻ്റെ കുറച്ച് വലിയ സൈസിലുള്ള ബ്രെഡാണ് കിട്ടുന്നതെങ്കിൽ അതിന് കണക്കായിട്ട് സൈഡൊക്കെ കട്ട് ചെയ്തെടുത്താലും മതി.
അങ്ങനെ 3 പാറ്റീസും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാം. അപ്പം ബ്രെഡിലേക്ക് ആദ്യം ഒരു സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനിപ്പം മയണൈസ് എടുത്തിട്ടുണ്ട്. മയണൈസിൻ്റെ കൂടെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസോ ഉണ്ടെങ്കിൽ ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. അപ്പോൾ രണ്ടും കൂടെ മിക്സാക്കിയിട്ടാകുമ്പം നല്ലൊരു ടേസ്റ്റാണ്. നല്ലൊരു ഡിപ്പിംഗ് സോസാണിത്, മയണൈസ് സോസ് എന്ന് പറയാൻ വേണമെങ്കിൽ. ഇതിപ്പം നല്ലൊരു പിങ്ക് കളറായിട്ടുണ്ട്, നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓരോ ബ്രെഡിലും പുരട്ടി കൊടുക്കണം. ബ്രെഡ് നമ്മൾ ടോസ്റ്റ് ചെയ്യുമ്പം ബട്ടറോ അല്ലെങ്കിൽ നല്ല നെയ്യോ ഇട്ടിട്ടാണല്ലോ ടോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ബട്ടറൊന്നും പുരട്ടി കൊടുക്കണമെന്നില്ല. ഈ ഒരു സോസ് തന്നെ പുരട്ടി കൊടുത്താൽ മതി. അങ്ങനെ ഞാനിപ്പോൾ ഒരു ബ്രെഡിൽ നന്നായിട്ട് ഈ ഒരു സോസ് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോന്നും ലെയറായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ബ്രെഡിൻ്റെ മുകളിലായിട്ട് ആദ്യം ഞാനിപ്പം ക്യാബേജിൻ്റെ ലീഫാണ് വെച്ച് കൊടുക്കുന്നത്. ഒരു 1-2 ലീഫ് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ 2-3 സ്ലൈസ് ക്യാരറ്റ് വെച്ച് കൊടുക്കാം. പിന്നെ ഒരു ചിക്കൻ പാറ്റി വെച്ച് കൊടുക്കാം. ഇനി ചിക്കൻ പാറ്റീൻ്റെ മുകളിലായിട്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുള്ള 2-3 കുക്കുംബർ, അതുപോലെ തന്നെ റൗണ്ടായി കട്ട് ചെയ്തിട്ടുള്ള തക്കാളി വെച്ച് കൊടുക്കാം. ഈ തക്കാളിൻ്റെയും കുക്കുംബറിൻ്റെയും മുകളിലായിട്ട് കുറച്ച് പെപ്പർ പൗഡർ ഒന്ന് വിതറി കൊടുക്കാം. പെപ്പർ പൗഡർ എന്ന് പറയാൻ പറ്റില്ല, വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ക്രഷ്ഡ് പെപ്പറാണ്. കുറച്ച് പെപ്പർ, ഹോൾ പെപ്പർ എടുക്കുക, കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഉപ്പിട്ടിട്ട് പെപ്പർ ക്രഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും അങ്ങനെ അലിഞ്ഞ പോലെ ആയി പോകില്ല, കേടാവുമൊന്നുമില്ല. കുറേ നാളത്തേക്ക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ തക്കാളീൻ്റെ മുകളിലായിട്ട് ഞാനിപ്പം കുറച്ച് മയണൈസ് സോസ് വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു ക്യാബേജ് ലീഫ് വെച്ചിട്ടുണ്ട്, കുറച്ച് മല്ലിയിലയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തൊരു ബ്രെഡ് വെച്ചിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്നങ്ങ് കുത്തി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഇപ്പം 3 സാൻഡ്വിച്ചും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂട് ചായയോടൊപ്പം ഇത് സെർവ് ചെയ്യാം. നല്ല മസാല ടീ ആണെങ്കിൽ അടിപൊളി ടേസ്റ്റി ആയിരിക്കും. അപ്പം നമുക്ക് മസാല ടീയുടെ വീഡിയോ ഞാൻ അടുത്തൊരു റെസിപ്പിയിൽ കാണിക്കാം. ഈ ഒരു ചിക്കൻ സാൻഡ്വിച്ച് എല്ലാവർക്കും ഇഷ്ടമായാൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. പല വിധത്തിലും നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാം. പാറ്റീസ് ഇതേപോലെ ഉണ്ടാക്കിയിട്ട് ചെയ്യാം, അല്ലാണ്ട് ചിക്കൻ തന്നെ നമുക്ക് ഫ്രൈഡ് ചിക്കൻ ആക്കിയിട്ട് അങ്ങനെയും ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യാം. 2-3 ഈ ഒരു ചിക്കൻ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ലിങ്ക് കൊടുക്കുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. വീഡിയോസ് എല്ലാവരും കാണണം. പുതിയ റെസിപ്പിയുമായി നമുക്ക് ഇനിയും കാണാം. അൺടിൽ കീപ്പ് വാച്ചിങ് മൈമൂൺസ് കിച്ചൻ. ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.